ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒരു 16 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞൊരു +1 +2 ഒക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കുന്ന ചില ലൈഫ് സ്കില്ലുകളുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കും ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലാക്കാൻ ചില ആളുകളുടെ മോക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലേ. ഹൈ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ നിരന്തരം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ കുറച്ച് പേഴ്സണൽ തിരക്കായിപ്പോയി, അതിൻ്റെ കൂടെ പ്രൊഫഷണൽ തിരക്കുണ്ട്. ഇപ്പോൾ ഞാൻ എജുപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇപ്പോൾ റേസിലാണ് ജോയിൻ ചെയ്തതെങ്കിൽ പലർക്കും അറിയാം. റേസ് കോഴിക്കോട് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അവിടുത്തെ 8, 9, 10 ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. ലൈക്ക് കുറച്ച് കരിയർ ഓറിയൻറ്റഡ് ചില കോഴ്സാണ്. അതിൻ്റെ കോർഡിനേറ്ററൊക്കെയാണ് ഞാനിപ്പോൾ അവിടെ അതായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് റേസിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യം, എൻ്റെ അളിയൻ്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അളിയൻ എൻ്റെ വൈഫിൻ്റെ ഇക്കാക്കൻ്റെ. അപ്പോൾ ആ കല്യാണവുമായി ബന്ധപ്പെട്ട് കുറച്ച് നല്ല തിരക്കിലായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവുക, കല്യാണത്തിന്, അങ്ങനത്തെ ചില കാര്യങ്ങളാട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയ സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ മാളിൽ വേറെ പല കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോലെ ഡ്രസ്സ് എടുക്കാനും മറ്റു പല കാര്യത്തിന് പോകുന്ന സന്ദർഭത്തിൽ കല്യാണത്തിൻ്റെ അന്ന് ഹാളിൽ നമ്മൾ പിന്നെ ഈ കാറ്ററിംഗ് ബോയ്സ് ഉണ്ടല്ലോ, അവരായിട്ടും അതുപോലെ തന്നെ കല്യാണത്തിന് പെണ്ണിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഈ വർഷം 10ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടരല്ല കേട്ടോ. ഇതിൽ മെജോറിറ്റി ആളുകളും +2 കഴിഞ്ഞ ആളുകൾ, ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ആളുകൾ, ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്ന ആൾക്കാരൊക്കെ, അതായത് എൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് കണ്ട് പരിചയമുള്ള മുഖം. എനിക്കതിൽ ഏറ്റവും വലിയ സന്തോഷം ഡിഗ്രി സെക്കൻഡ് ഇയറും തേർഡ് ഇയറിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വലിയ സ്നേഹത്തോടെ വരും. നിഹൽ സാർ ഓർമ്മയുണ്ടോ, നിങ്ങളിങ്ങനെ സാറേ ക്ലാസ് ഇങ്ങനെ എജുപോർട്ടിൽ കണ്ടിരുന്നു, ആ സമയത്ത് ഇങ്ങനെ കണ്ടിരുന്നു, ഇപ്പോൾ എവിടെയാണ്, എന്താണ് പരിപാടി, അങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ഒരാളെ മുഖവും ഫേസൊക്കെ ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര കാര്യമാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ദിവസം നിങ്ങൾ രാവിലെ ഉറങ്ങിണീറ്റ് യൂട്യൂബിൽ കാണുന്ന വീഡിയോ ആയിക്കോട്ടെ, റീല് കാണുന്ന എന്തോരം റീലും വീഡിയോസ് നമ്മൾ ഒരു ദിവസം കാണാറുണ്ട്. അതിനൊരു പെർട്ടിക്കുലർ ഒരാളെ മുഖവും അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമായിട്ട് തന്നെ എനിക്ക് തോന്നി കേട്ടോ. ഞാൻ എന്നെ ടോപ്പാക്കിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ സന്തോഷം കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ പലരെയും കണ്ട സമയത്ത് അവരൊക്കെ ചില ആളുകൾ പഠിക്കുന്ന ആൾക്കാരും ചില ആളുകൾ വലിയ പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രായത്തിൽ ഞാൻ നിങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു സംസാരം ചിലപ്പോൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഒരു വലിയൊരു പണക്കാരൻ ഒരാളെ കാണാം, വലിയ പൈസ ജീവിതത്തിൽ ഒരുപാട് പണമൊക്കെ നേടി സ്വന്തമായി വീട്, ബിസിനസ്, കാറൊക്കെ ഉള്ള ഒരാൾ. ഇപ്പോൾ നമ്മളെ കുടുംബത്തിൽ ഫാമിലി ഒരാളുണ്ട് വിചാരിക്കുക, അങ്ങനെ ഒരാൾ. അപ്പോൾ അയാൾക്ക് ഏകദേശം ഒരു 45, ഒരു 50 വയസ്സ് പ്രായം നോക്കാം. ഒരു 45-50 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം വെൽ സെറ്റിലാണ്, ബിസിനസ്സൊക്കെ ഉള്ള ആളാണ്, വലിയ ലക്ഷറി കാറിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് അദ്ദേഹത്തെ കാണാം? കാറില്ലേ, അടിപൊളിയില്ലേ, കാറൊക്കെ മക്കളെ ഭാഗ്യട്ടോ. നമ്മൾ പലപ്പോഴും ഈ ഒരു ടോണിലായിരിക്കും പലരും അതിന് നോക്കി കാണാം. കാരണം നിങ്ങളിപ്പോൾ ഒരു 15-16 വയസ്സിലൊക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 18 വയസ്സുള്ള ആൾക്കാരൊക്കെ മാക്സിമം ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒരു 16 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞൊരു +1 +2 ഒക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കുന്ന ചില ലൈഫ് സ്കില്ലുകളുണ്ട്. ഈ സ്കിൽ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 20, 20, 22, 23 വയസ്സൊക്കെ ആകുമ്പോൾ നല്ലൊരു ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും. കാരണം നിങ്ങളുടെ കയ്യിൽ സ്കില്ലുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നന്നായി പഠിക്കണം കേട്ടോ മക്കളെ, 24 മണിക്കൂർ, അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അല്ലെങ്കിൽ പഠിക്കുന്നത് മാത്രമല്ല, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരാൾ, അതായത് നമ്മുടെ ഫാമിലി ഏറ്റവും നല്ലൊരു പണക്കാരനായിരിക്കും, ചിലപ്പോൾ അയാൾ നല്ല ബിസിനസ്മാൻ ആയിരിക്കും, പഠിക്കുന്ന സമയത്ത് അയാൾക്ക് വലിയ മാർക്കൊന്നും ഉണ്ടായിരിക്കണം എന്നില്ല. പക്ഷേ നമ്മൾ അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ അവരുടെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അവരുടെയൊക്കെ ജീവിത രീതികൾ. ഞാൻ എപ്പോഴും എന്നെ ഒരു എക്സാമ്പിളായി പറയുമ്പോൾ ഞാൻ എത്ര പഠിപ്പിച്ച സ്റ്റുഡൻ്റ് ഒന്നായിരുന്നില്ല. ഞാൻ വളരെ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നത് എനിക്ക് 10ാം ക്ലാസ്സിൽ വരെ, അത് ഒരു വലിയൊരു ക്രെഡിറ്റായി പറയുന്നതല്ല, അങ്ങനെയുള്ള ആളുകൾക്കും ഭാവിയിൽ അടുത്ത സ്റ്റെപ്പിലൊക്കെ നന്നായി എന്ത് ചെയ്യാൻ പഠിച്ചു വരാൻ കഴിയും എന്നാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് ആകെ ഒരു A+ ഉണ്ടായിരുന്നുള്ളൂ. അത് വിചാരിച്ചെങ്കിൽ 10ാം ക്ലാസ്സിൽ A+ കുറയ്ക്കാൻ പോകണ്ട. അപ്പോൾ ഞാൻ അവിടെ അതേപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഫാമിലിയിലൊക്കെ നല്ല പൈസ ഉള്ള ആൾക്കാർ, നല്ല ബിസിനസ്മാൻമാരൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ജീവിതാനുഭവം കൊണ്ട് ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരായിരിക്കും. അവർക്ക് ചിലപ്പോൾ വലിയ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ ഒന്നും, ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, ഒക്കെ ബേസിക്കായ കാര്യങ്ങൾ, അവരുടെ സ്കില്ലായിരിക്കും അവരെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം ഇങ്ങനെ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അടുത്തൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. അപ്പം ഞങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ ജീവിത രീതി, അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് ഒക്കെ ഞാൻ വളരെ ആരാധനയോട് നോക്കി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ എഡ്യൂക്കേഷൻ ഒന്നുമില്ല, അദ്ദേഹം പിന്നെ അബ്രോഡാണ്, അവിടെയാണ് അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ മൂപ്പരുടെ ചില രീതികളും ചില കാര്യത്തോടുള്ള മൂപ്പരുടെ പെർസ്പെക്റ്റീവ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സക്സസ് എന്ന പോയിന്റിലേക്ക് എത്തിയെന്നുള്ളത്. ഞാൻ അദ്ദേഹത്തിൽ കണ്ടൊരു കാര്യം, ലൈഫിന്, ജീവിതത്തിന് ഒരു മടുപ്പില്ല. അങ്ങനെ ഒരു സാധനമല്ല, നമുക്കൊരു സാധനം മതി, ഇനി ആക്കം മതി, അങ്ങനെയല്ല. വളരെ എനർജറ്റിക് ആയിട്ട് ഏതൊരു കാര്യത്തെയും ഒരു പുതിയ കാര്യം ചെയ്യുന്ന പോലെ, അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊക്കെ ചില ആവശ്യങ്ങൾക്ക് പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യും, അത്രയും തിരക്കുള്ള ആളായിരിക്കും. അപ്പോൾ അത് ഭയങ്കര എനിക്കൊരു
എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 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 ഐസ് ഓപ്പണിങ് മൊമെൻ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലാക്കാൻ ചില ആളുകളുടെ മോക്ക് അങ്ങനെ പോകുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊരു 16-17 വയസ്സാകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഈ പറയുന്നൊരു 4-5 കാര്യങ്ങൾ ഉണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. എന്താ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ, ഒരു കാര്യത്തെ സംസാരിച്ച് ഒരാളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾ വേറെ ആളുമായി സംസാരിക്കാന്ന് വിചാരിക്കുക. ആ സംസാരത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം, ഇപ്പോൾ സംസാരിക്കുന്ന കാര്യത്തിൽ ക്ലാരിറ്റി വേണം, ഒരു വിഷയത്തെ കൃത്യമായ രീതിയിൽ ആളുകൾക്കിടയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് മനുഷ്യന്മാരെ നമ്മുടെ കമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നത്, നമ്മുടെ നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കുന്നത്, നമ്മുടെ എന്താ പറയുക നമ്മുടെ സൗഹൃദ പരിധിക്ക് അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദത്തിൻ്റെ എന്താ പറയുക എണ്ണം കൂടുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഒരു കാര്യം കൃത്യമായി ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനും അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഒരാളോട് സംസാരിക്കുന്നതിന് മടിയാ സാറേ. പ്രധാനമായി ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറയാൻ കാരണം എന്താ അറിയോ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളെ ഫ്രണ്ട്സുമായി സംസാരിക്കുന്ന സമയം എപ്പോഴാണ്? സാറേ ക്ലാസ് റൂം മൊത്തം സംസാരം സാറേ. ഓക്കെ, അത് വേറെ കാര്യം, നിങ്ങൾ പലരും ക്ലാസ് റൂമിൽ കുറേ സംസാരിക്കുന്നൊക്കെ ഉണ്ട് അല്ലേ. അതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മൾ കാരണം പലപ്പോഴും നമ്മൾ മൊബൈൽ ഫോണിലേക്ക് നമ്മളിങ്ങനെ ചുരുങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു കട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി ഡെവലപ്പ് ചെയ്യണം. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ക്ലാസ് ഇപ്പോൾ നിങ്ങളിപ്പോൾ പലരും സ്കൂളിലും അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങളിപ്പോൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്. സംശയങ്ങൾ ടീച്ചർ സാർ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ, അത് കോൺഫിഡൻസിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ഒക്കെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏറ്റവും വലിയ സ്കില്ലായി കാണുന്നത് ലൈക്ക് ആ സമയത്ത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അപ്പോൾ ഞാൻ ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്തത് ഞാൻ നിങ്ങളെ പഠിക്കുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എത്തിയ സമയത്ത് ഞാൻ എൻ്റെ നാട്ടിലൊരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹിയായിരുന്നു. ആ വിദ്യാർത്ഥി സംഘടനയുടെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു പൊളിറ്റിക്സ് എല്ലാവർക്കും ഉണ്ടല്ലേ, രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുതെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞാനന്ന് ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, പിന്നെ ആ സംഘടനയുടെ യൂണിറ്റ് പ്രസിഡൻ്റായി, പിന്നെ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആയി, പിന്നെ അതിൻ്റെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹിയായി. അങ്ങനെ അതുപോലെ തന്നെ അതിൻ്റെ യുവജന സംഘടനയുടെ നാട്ടിലെ പിന്നെ പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആളുകളുമായി സംസാരിക്കാനും പൊതുവിഷയങ്ങൾ പങ്കെടുക്കാൻ എനിക്ക് ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ എത്ര പേര് കിട്ടുന്നുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട്. അതായത് നമ്മുടെ ആ ഒരു പ്രായത്തിൽ നമ്മുടെ ആളുകളുമായി സംസാരിക്കാനും ഒരു വിഷയം ഒരു പ്രോബ്ലം കിട്ടി അത് സോൾവ് ചെയ്യാനും ചില കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്യാനൊക്കെ സ്കില്ല്, അത് ഭയങ്കര സ്കില്ലാണ്. എൻ്റെ ലൈഫിൻ്റെ ആ ഒരു സമയത്ത് പകുതി എന്നെ ഹെൽപ്പ് ചെയ്ത് ആ പ്രവർത്തനങ്ങളായിരുന്നു. അതിനുശേഷം ഞാൻ B.Ed വീണ്ടും അവിടെ എനിക്ക് നല്ലൊരു ട്രെയിനിങ് അവിടെ കിട്ടി. അങ്ങനെ ഞാൻ ടീച്ചിങ്ങിലൊക്കെ ഞാൻ എത്തുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. രണ്ടാമത്തെ ഒരു സ്കിൽ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പിന്നെ ഒരുപാട് ആളുകൾ ഉണ്ട് ആ ഒരു സാധനം, നമ്മളെ സ്നേഹിക്കാവുന്നൊരു സാധനം സെൽഫ് ലവ്. എന്താ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ അത് സ്വാർത്ഥതായി മാറാൻ പാടില്ല. സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഞാൻ മാത്രം എൻ്റെ കാര്യങ്ങൾ മാത്രം, അങ്ങനെയല്ല. നമ്മൾ സ്നേഹിക്കണം. നിങ്ങൾ കൂട്ടുകൂടുമ്പോൾ നിങ്ങൾ നശിക്കുന്നുണ്ടോ, അവൻ തെറ്റായ കാര്യമാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്നുണ്ടോ, നിങ്ങൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ വെറുക്കപ്പെടുന്നുണ്ടോ, ഇതുണ്ട്. നമ്മളെപ്പോഴും സ്നേഹിക്കുക. നമ്മൾ എവിടെ പോയാലും നമുക്കിരിക്കാൻ ഒരു സീറ്റ് അവിടെ ഉണ്ട്. അതെപ്പോഴും നമ്മൾ ഉറപ്പ് വരുത്തേ പറ്റും. നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമുക്കൊരു വാല്യൂ നമ്മൾ നിശ്ചയിക്കാൻ കഴിയുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. നമുക്കൊരു വാല്യൂ നമ്മൾ കണക്കാക്കണം. ആ വാല്യൂവിന് താഴോട്ട് നമ്മൾ പോകാൻ നിന്നാലും പിന്നെ നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. എവിടെയോടെ എപ്പോൾ എന്ത് സംസാരിക്കുമ്പോഴും ആ സെൽഫ് ലവ് ഉണ്ടല്ലോ, നമ്മളെ സ്നേഹിക്കുമ്പോൾ നിഹാലിന് കൊടുക്കുന്നൊരു വിലയുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ കൊടുത്തേ പറ്റും. അത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു ലൈഫ് സ്കില്ലായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യം. ജീവിതം വേറെ ലെവലാവട്ടെ. നമ്മൾ ചെയ്യുന്ന പല കാര്യത്തും ഭയങ്കര കോൺഫിഡൻസ് കൂടും നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ. അപ്പോൾ ഒന്നാമത്തെ കാര്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, രണ്ടാമത്തെ കാര്യം സെൽഫ് ലവ് ആണ്, മൂന്നാമത്തെ കാര്യം ഡിസിപ്ലിനാണ്. ഞാൻ ഈ 3 കാര്യത്തെ പറ്റി മാത്രമേ പറഞ്ഞു. മൂന്നാമത്തെ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നേരം വെളുത്ത് രാത്രി ആകുന്നവരെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ഒരു കൃത്യമായ ഒരു മിനിമം ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അതൊരു അച്ചടക്കത്തോടു കൂടി നിങ്ങൾ ചെയ്യാൻ പഠിക്കണം. അത് നിങ്ങളെ രാവിലെ എണീറ്റ് നിങ്ങൾ പുതപ്പ് മടക്കി വെക്കുന്ന, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, രാവിലെ ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ ആ പുതപ്പ് മടക്കി വെച്ച് ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി, പിന്നെ നമ്മളെപ്പോഴും അലാറം വെക്കും, അതുപോലെ സ്നൂസ് ചെയ്യും അല്ലേ. ഒരു 6 മണിക്ക് അലാറം വെച്ചാൽ 6:15 വരെക്കണോ അവിടെ നിന്നാണ് നമ്മുടെ ലൈഫിൻ്റെ ആ ഡേ തന്നെ അങ്ങനെ പോയി. അതായത് ഡേ ഏറ്റവും വലിയ സ്കിപ്പ് ചെയ്തു പോകും, അല്ലെങ്കിൽ ഡേ ഏറ്റവും വലിയ ലേസി മടിയന്മാരുടെ ദിവസമായി മാറും. അങ്ങനെ സംഭവിച്ചാൽ 6 മണിക്ക് അലാറം വെച്ചാൽ 6 മണിക്ക് നമ്മൾ എണീക്കേണ്ടത്, 8 മണിക്കാണ് നമ്മൾ എണീക്കേണ്ടത്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രീതിയിലേക്ക് ഡിസിപ്ലിൻ കൊണ്ടുപോകണം. ഡിസിപ്ലിൻ കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ദിവസം നിങ്ങൾ ഏറ്റവും വലിയ മടിയന്മാരാവണം. അങ്ങനെ ഞാൻ സ്ഥലങ്ങൾ 2 വർത്താനം പറയുന്നത്. ഇതെന്ത് സംഭവം എന്താ അറിയോ, നിങ്ങൾ ഒരു Monday to
ശനി വരെ കൃത്യമായ ഒരു അച്ചടക്കത്തിൽ പോയി. ഞായറാഴ്ച നിങ്ങൾ അലമ്പായിരിക്കും. അലമ്പ് പറഞ്ഞാൽ എന്താ അറിയോ, രാവിലെ നേരത്തെ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ അന്ന് വേണമെങ്കിൽ കുറച്ച് ജങ്ക് ഫുഡൊക്കെ കഴിക്കാം. അന്ന് നിങ്ങൾ അത്രയും കാലം ചെയ്ത് എല്ലാത്തിനും ബ്രേക്ക് ചെയ്യുന്ന ഒരു ദിവസമാണ് ഒരു ഞായറാഴ്ച, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം വീക്കിലി ഒരാഴ്ച. എന്നിട്ട് അടുത്ത ദിവസം എന്ത് ചെയ്യണമല്ലോ, വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു റിഫ്രഷ് കിട്ടും. ഒരേ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മടുത്തു. ഇടയ്ക്കൊരു ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. അപ്പം ഞാനൊക്കെ പലപ്പോഴും ചെയ്യുന്ന കാര്യം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യും, ലീവ് എടുത്ത് മൊത്തം നമ്മളെ റൂട്ടീൻ അങ്ങ് തെറ്റിക്കും. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രത്യേക രസമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ തുടക്കക്കാരെന്ന് നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു 10-15 വയസ്സാകുമ്പോഴത്തേക്കും നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കും. ഈ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണ്, ഞാൻ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. രണ്ടാമത്തെ കാര്യം സെൽഫ് ലവ്. മൂന്നാമത്തെ കാര്യം ഡിസിപ്ലിൻ. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൺസേൺ നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട കൺസേൺ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുള്ളത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണ്. നിങ്ങളുടെ ലൈഫുമായി നിങ്ങളുടെ ചിന്തകളും തോട്ട്സ് താഴെ കമൻറ്റ് ചെയ്യും. നമ്മളെ തന്നെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ. ഈ വീഡിയോ ഇത്ര നേരം ആരെങ്കിലും ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ് യു. നിങ്ങളൊക്കെ തന്നെയാണ് പലപ്പോഴും നിഹാൽ സാർ എന്ന് വിളിച്ച് വരാൻ എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ ലൈഫിൽ അടിപൊളിയാവട്ടെ, പ്രോഗ്രസ് സംഭവിക്കട്ടെ. നാളെയും നമ്മളും ലൈഫിൽ വിജയിച്ച ആൾക്കാരെ കൂട്ടത്തിലാവട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് രേഖപ്പെടുത്തുക. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ചെറുതായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.